ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മൽ പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നമ്മുടെ രേവതിയോടായിട്ട് വർഷ ചോദിക്കുന്നുണ്ട്, ചേച്ചി ആകെ ടെൻഷനിലായിരുന്നല്ലേ? ചേച്ചിയുടെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ചേച്ചി എത്രയധികം മാനസിക സമ്മർദ്ദം നേരിട്ടു എന്നൊക്കെ ഇങ്ങനെ വർഷ പറയുന്ന സമയത്ത് രേവതിയെ ഒന്ന് ദയനീയമായിട്ട് നോക്കുന്നുണ്ട് സച്ചി. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ശരത്തിനെയാണ്. ശരത്ത് മറ്റൊരാളെയും കൂട്ടിക്കൊണ്ട് ആന്റണിയെ കാണാനായിട്ട് സ്റ്റേഷനിലേക്കായിട്ട് ചെല്ലുകയാണ് കേട്ടോ. അവിടെ ചെന്നതിന് ശേഷം അവിടെ ഇരിക്കുന്ന കോൺസ്റ്റബിളിനോടായിട്ട് ആന്റണിയെ കണ്ടോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്തും അധികം നേരം സംസാരിക്കരുത്, അങ്ങനെ സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ SI വരും, SI വന്ന് എന്നെയായിരിക്കും വഴക്ക് പറയുന്നത്, കണ്ടിട്ട് വേഗം പോയിക്കോളാൻ പറയുകയാണ്. അങ്ങനെ ശരത്തും കൂടെ വന്നിരിക്കുന്ന സുഹൃത്തും കൂടെ കൂടിയിട്ട് ആന്റണിയെ കാണാൻ ചെല്ലുകയാണ്. ആന്റണിയേട്ട എന്ന് വിളിക്കുന്ന സമയത്ത് പിന്നീട് ആന്റണി അവിടെ നടത്തുന്ന പറഞ്ഞ ഒരു നാടകീയമായ രംഗങ്ങളാണ്. ആന്റണി വന്നിട്ട് പറയുന്നുണ്ട്, ശരത്തെ നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം, ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് ഞാനാണ്, പക്ഷേ അത് പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി റെക്കോർഡ് ചെയ്തല്ല, നിന്റെ കാല് തല്ലിടിച്ച് മാത്രമല്ല നീ നേർവഴിക്കെല്ലാം നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സച്ചിക്കായിട്ട് അവൻ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നിന്നെ കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. അവൻ മദ്യപിച്ചു എന്ന് കരുതിയാണ് ഞാൻ ആ വീഡിയോ എടുത്തത്, അത് നിന്നെ കാണിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു ശരത്തെ, പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവനാണ് ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതെന്നൊക്കെ ഇങ്ങനെ ആന്റണി പറയുന്ന സമയത്ത് ശരത്ത് ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ. ആ ഒരു സമയത്ത് ആന്റണി വീണ്ടും പറയുന്നുണ്ട്, എൻ്റെ ശരത്ത് നിനക്കെന്നെ വിശ്വാസമായില്ലായിരുന്നാണെങ്കിൽ ഞാൻ ഈ ജയിലിൽ തന്നെ കിടക്കട്ടെ, നിനക്കൊന്നും നിന്റെ ചേച്ചിക്ക് ദോഷം വരുന്ന ഭാഗത്ത് എന്തെങ്കിലും ചെയ്യാനോ, നീ എൻ്റെ അനിയനും രേവതി ചേച്ചി എൻ്റെ ചേച്ചിയുമല്ലേ, പിന്നെ സച്ചി അവൻ നിന്റെ കൈ പിടിച്ചതിൻ്റെ ഒരു പ്രതികാരം എൻ്റെ മനസ്സിലുണ്ടായത്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോ പിടിച്ച് നിന്നെ കാണിക്കാമെന്ന് കരുതിയത്, അല്ലാതെ വേറൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്തതല്ല. അവനാണ് സോഷ്യൽ മീഡിയയിലേക്ക് അത് പോസ്റ്റ് ചെയ്തത് എന്നും പറഞ്ഞൊരു ശരത്തിന്റെ കൂടെ വന്നവനോടായിട്ട് പറയുകയാണ്, എടാ ആ സജിത്തിനെ എവിടെ വെച്ച് കണ്ടാലും അവന് നല്ല കണക്കിന് തന്നെ കൊടുക്കണം, അവനാണ് എന്നെ ഇങ്ങനെ ചതി ചെയ്തെന്നൊക്കെ പറയുന്ന സമയത്ത് ശരത്ത് പറയുന്നുണ്ട്, ആന്റണിയേട്ടൻ പേടിക്കൊന്നും വേണ്ട, ആന്റണിയേട്ടൻ തെറ്റിയില്ല എന്ന് എനിക്കറിയാം, എനിക്ക് ദ്രോഹം ചെയ്യുന്നൊന്നും തന്നെ ആന്റണിയേട്ടൻ ചെയ്യാനും പോകുന്നില്ല, പിന്നെ ആന്റണിയേട്ടൻ ജാമ്യത്തിലിറക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ശരിയാക്കോളാം എന്നൊക്കെ ശരത്ത് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും താൻ വിരിച്ച വലയിൽ തന്നെ ശരത്ത് വീണല്ലോ എന്ന സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് ആന്റണി. ഈ ഒരു സമയം തന്നെ പോലീസുകാരൻ വന്നിട്ട് ടൈം കഴിഞ്ഞ് പോകണമെന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ആന്റണി തന്റെ തന്ത്രങ്ങളെല്ലാം വിജയിച്ചു എന്ന മട്ടിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും കൂടെ സെക്കൻഡ് ഹാൻഡായിട്ട് കാറ് മേടിച്ചിരിക്കുകയാണ്. വണ്ടിയുമായിട്ട് വരുന്ന സമയത്ത് ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഇപ്പം നമുക്ക് വണ്ടിയുടെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലേ ശ്രുതി എന്ന് ചോദിക്കുന്ന സമയത്ത്, നീ എന്താ ശ്രുതി അങ്ങനെ പറയുന്നത്, ഇനിയിപ്പോൾ നമ്മളൊരു ബിസിനസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് വണ്ടിയുടെ ഒരു കാറിന്റെ കാര്യം അത്യാവശ്യമാണ്, പിന്നെ ഓടിച്ചെന്ന് വീട്ടിലേക്ക് ചെന്ന് കയറുമൊന്നും വേണ്ട, ഞാൻ അമ്മയെ വിളിക്കാം, സച്ചിയും ദേവതയും കൂടി എന്തൊക്കെയോ ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ആരതി എടുക്കാൻ പറഞ്ഞില്ലേ, നമ്മുടെ കാറിനൊന്നും ആരതി എടുക്കട്ടെ, അത് മാത്രമല്ല സച്ചിക്ക് കാറ് രേവതി മേടിച്ചു കൊടുത്തു, രേവതിക്ക് വണ്ടി സച്ചി മേടിച്ചു കൊടുത്തു, ആ ഒരു സമയത്തൊക്കെ അവർ എന്തൊക്കെ പ്രഹസനം അവിടെ നടത്തിയത്, നമുക്ക് അതിന്റെ പകുതി എങ്കിലും എടുക്കേണ്ടത് ശ്രുതി എന്നൊക്കെയാണ് അവർ സംസാരിക്കാൻ കേട്ടോ. അതിനുശേഷം ശ്രുതി വേഗം തന്നെ ചന്ദ്രയെ വിളിക്കുന്നുണ്ട്, ചന്ദ്ര നീ എവിടെയാന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ വീടിന് പുറത്തുണ്ട് എന്ന് ശ്രുതി മറുപടി പറയുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്നില്ല, നിനക്ക് അകത്തേക്ക് കയറി വരാൻ പാടില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അതല്ല അമ്മ ആരതിയായിട്ട് ഇങ്ങോട്ട് വേഗം വായന ശ്രുതി പറയുന്നുണ്ട്. എന്തിനാണ് ആരതി എന്ന് ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് ഞാനൊരു വണ്ടി മേടിച്ചു എന്ന് ശ്രുതി പറയുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് ചന്ദ്രയുടെ അടുത്ത് തന്നെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും രവി, മാത്രമല്ല ശ്രീകാന്തും വർഷയും അവിടെ ഇരുന്ന് എന്തൊക്കെ ഒരു ഗെയിം പോലെ എന്തൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. വേഗം തന്നെ ചന്ദ്ര അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, സുധിമോൻ കാറ് മേടിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും വർഷയ്ക്ക് ശ്രീകാന്തിനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നാൽ രവി ചോദിക്കുന്നുണ്ട്, അവൻ എന്തിനാ ഇപ്പൊ കാറ് മേടിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവർ പുതിയ കാറ് മേടിച്ചു എന്നാണ് പറഞ്ഞതെന്ന് പറയാണ്. ഈ ഒരു സംസാരം കേട്ടുകൊണ്ടാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അവനെന്തിനാ ഇപ്പോൾ ഒരു കാറിന്റെ ആവശ്യമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അവൻ വളരുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ, അവൻ പടിപടിയായിട്ട് ഉയരുകയാണ് ഇപ്പോൾ, അവന്റെ നല്ല കാലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴത്തേക്കും നല്ല കാലം നോക്കിയിരുന്ന അവൻ ബിസിനസ് തുടങ്ങാൻ വെച്ചിരുന്ന പണം മുഴുവൻ ഇതുപോലെയൊക്കെ ചെലവാക്കി കളയുകയുള്ളൂ സച്ചി പറയുന്നുണ്ട്. നീയായിട്ട് നാക്കെടുത്ത് വളയ്ക്കൊന്നും വേണ്ടത്, അവൻ പുറത്തേക്ക് വിളിച്ചിട്ട് നമ്മളോട് എല്ലാവരും ചെല്ലാനാണ് പറഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്കും എന്തിനാ വണ്ടി തള്ളാനാണെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അതിന് നിന്നെപ്പോലത്തെ സെക്കൻഡ് ഹാൻഡ് കാറൊന്നും അല്ല അവർ മേടിച്ചിരിക്കുന്ന നല്ല പുതുപുത്തൻ കാറാണ്, നമ്മളെവിടെ എല്ലാവരും കാണാൻ അങ്ങോട്ടേക്ക് വരാനാണ് പറഞ്ഞത് എന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് അവിടെ ഗേറ്റ് ഒക്കെ തുറന്നിട്ടുണ്ടാകും, പക്ഷെ വണ്ടി ഒന്നും വന്നിട്ടില്ല. ആ ഒരു സമയത്ത് സച്ചി പറയുന്നുണ്ട്, ദിനങ്ങാണ്ട് സ്വപ്നം കണ്ടു വിളിച്ചാന്ന് തോന്നാം, വന്നിരുന്ന നമ്മളെല്ലാം വിഡ്ഢികളായവാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകാനിറങ്ങുന്ന സമയത്താണ് ഹോൺ അടിച്ചുകൊണ്ട് വണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി കാണുന്ന സമയത്ത് എല്ലാവരും തന്നെ ഭയങ്കര അതിശയത്തോടുകൂടി തന്നെ നോക്കി നിൽക്കുകയാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന ഉടനെ തന്നെ ശ്രുതി ചന്ദ്രനായിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് വണ്ടി ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് പിന്നെ ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു മോനെ. ചന്ദ്ര മറുപടി പറയുന്നുണ്ട്. വേഗം തന്നെ രവി ചോദിക്കുകയാണ്, ഇത് പുതിയ കാറാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇത് പുതിയ കാറൊന്നുമല്ല അച്ഛാ, ഇതെന്റെ സെക്കൻഡ് ഹാൻഡ് കാറാണെന്ന് സച്ചി മറുപടി പറയാൻ കേട്ടോ. ഈ ഒരു സമയത്ത് ശ്രുതിയും കൂടി ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് പതറുകയാണ്. കാരണം ഇവര് പുതിയ കാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറച്ച് മേക്ക് ഓവറൊക്കെ ചെയ്ത് സംസാരിക്കാമെന്ന് കരുതിയാണ് ഇവരിരുന്നത്, പക്ഷേ അതെല്ലാം തൻ്റെ കയ്യിൽ നിന്ന് പോയല്ലോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഇരുവരുടെ മുഖത്തുണ്ട് കേട്ടോ.
അതിനുശേഷം സ്തുതി പറയുന്നുണ്ട് 5 ലക്ഷം രൂപയ്ക്ക് മേടിച്ച കാറാണ് അച്ഛാ എന്ന് പറയുമ്പോഴത്തേക്ക് 5 ലക്ഷം രൂപയോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വേഗം നിന്ന് ഡോറിലും അതുപോലെ തന്നെ ടയറിലൊക്കെയും തട്ടി ചവിട്ടി നോക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും സ്തുതി പറയുന്നുണ്ട് എടാ നീ എന്തിനാണ് ടയർ ചീത്തയാക്കണോ, അമ്മയെ കണ്ടില്ല അവൻ എൻ്റെ വണ്ടി പിടിച്ച് മോശമാക്കിയാണെന്ന് സ്തുതി പറയുമ്പോഴത്തേക്കും നീ എന്തിനാണ് ടയറിൻ്റെ കാറ്റ് കുത്തിക്കളയാൻ നോക്കുന്നതെന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്. വേഗം തന്നെ സച്ചി പറയുകയാണെങ്കിൽ 5 ലക്ഷം രൂപയൊന്നുമില്ല, കൂടിപ്പോയ 2 ലക്ഷം രൂപ വരികയുള്ളൂ, നിന്നെ അവർ പറ്റിച്ചതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ബിസിനസ് മൈൻഡുള്ള എന്നെ പറ്റിക്കണം, നടക്കുന്ന കാര്യമല്ല സച്ചി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സ്തുതി പറയുന്നുണ്ട്. എന്നിരുന്നാലും സച്ചി വീണ്ടും പറയട്ടെ നിനക്ക് എന്നാലും വണ്ടി പിടിക്കാൻ പോകുന്ന സമയത്ത് എന്നോടൊന്ന് പറയാൻ പാടില്ലായിരുന്നു, വണ്ടി നോക്കി ഞാൻ പറയുകയില്ലായിരുന്നു പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നേരാണ് സ്തുതി, നിനക്ക് പോകാൻ നേരത്തേക്ക് സച്ചേട്ടനെ വിളിക്കാൻ പാടില്ലായിരുന്നു എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. പിന്നെ നിന്റെ സച്ചേട്ടൻ എന്ന മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെന്നോ സ്തുതി ഉച്ചഭാവത്തോട് ചോദിക്കുന്ന സമയത്ത് അതുകൊണ്ടല്ല സ്തുതി, സച്ചേട്ടന് അത്യാവശ്യം വണ്ടിയുമായിട്ട് പഴക്കമുണ്ട്, ഏതെങ്കിലും വണ്ടി കണ്ടു കഴിഞ്ഞാൽ നല്ലതാണോ ചീത്തയാണെന്ന് അറിയാനായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയർ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് രേവതിയൊക്കെ മറുപടി പറയുന്നുണ്ട്. ഇത് സമയത്ത് ശ്രീകാന്തും അതുപോലെ രവിയും പറയുന്നുണ്ട് കേട്ടോ സച്ചിയെ കൂട്ടി നിനക്ക് പോകാൻ പാടില്ലായിരുന്നു എന്നൊക്കെ. പെട്ടെന്ന് ചന്ദ്ര പറയും ആ വണ്ടി കിട്ടില്ല, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നിൽക്കുക, അമ്മ നിങ്ങളെ എല്ലാവരും കൂട്ടിന്ന് ആരതി ഒഴിയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സുധീനെ വണ്ടിയുടെ മുന്നിൽ നിർത്തിയിട്ട് വണ്ടിയോട് കൂടി തന്നെ ആരതി ഒഴിയാണ്. അതിനുശേഷം രേവതിയോട് ഈ തട്ട് കൊണ്ട് പുറത്തുപോയി തട്ടിക്കളയാണ്ട് കൊടുക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് സുധി വേഗം പറയുന്നുണ്ട് വർഷ ആൻറ്റി വേഗം വന്ന് നമുക്കൊരു ഫോട്ടോ എടുക്കാം, ഇതെനിക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയും വരുന്ന സമയത്ത് രേവതിയും കൂട്ടി നിർത്തി ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഇവർ മൂന്നുപേരും അകത്തേക്ക് കയറി പോകുന്നുണ്ട്, കൂട്ടത്തിന് രവിയും പോകും കേട്ടോ. ഈ ഒരു സമയത്ത് ശ്രീകാന്ത് സച്ചിനോട് പറയുന്നുണ്ട് സച്ചിയേട്ട സുധിയേട്ട ഒരു പണി കൊടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ആ കൊടുക്കാൻ നീ വെയിറ്റ് ചെയ്യുമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ സുധി മാത്രമാവുന്ന സമയത്ത് സുധീനെ പിടിച്ചു നിർത്തിയിട്ട് ഇതിന് ചിലവ് വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ചിലവ് ഇപ്പം തന്നെ ഭയങ്കര പൈസ, ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചിലവ് കൂടെ ചെയ്യാനോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇതിന് ചിലവ് കിട്ടിയേ മതിയാവുള്ളൂ, നീ ഏത് സമയത്ത് വന്നത് മാത്രമല്ല മേടിച്ച് തന്നിട്ടുള്ളൂ, അല്ല ആർക്കൊന്നും മേടിച്ച് കൊടുത്തിട്ടില്ല എന്ന് സച്ചി ചോദിക്കുന്ന സമയത്ത് ശരി നിങ്ങൾക്ക് ചിലവ് കിട്ടിയാൽ പോലെ ഞാൻ ചിലവ് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് സുധി അകത്തേക്ക് കയറി പോവുകയാണ്. അതിനുശേഷം സച്ചിയോടായിട്ട് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ബീർ മേടിക്കുമായിരിക്കും എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ മേടിക്കുമായിരിക്കും നമുക്ക് നോക്കാമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ രാത്രിയാവുന്ന സമയത്ത് സുധിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് ഇരുവരും. ആ ഒരു സമയത്താണ് സുധി 3 കുപ്പി ബീറുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ ശ്രീകാന്തിനോടായിട്ട് ഇത് പൊട്ടിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് പൊട്ടിക്കാൻ നോക്കുന്ന സമയത്ത് നടക്കുന്നില്ല. ആ ഒരു സമയത്ത് സച്ചി വേഗം തന്നെ രണ്ടുപേർക്കായിട്ട് പൊട്ടിച്ചു കൊടുക്കുന്നൊക്കെയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ സുധി പറയുന്നുണ്ട് ഒരു ബീർ കഴിക്കാനേ എനിക്ക് എൻ്റെ സുധി പെർമിഷൻ തന്നിട്ടുള്ളൂ, നിൻ്റെ ഭാര്യയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്നോട് വർഷയും പറഞ്ഞ് ഒരു ബീർ കഴിക്കാനാണോ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുകയാണ് ശ്രീകാന്ത്. ആ ഒരു സമയത്ത് സുധി പറയുന്നുണ്ട് ഇവന് പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, ഇവൻ്റെ ഭാര്യ ഇവന് തുറന്നു വിട്ടിരിക്കുകയാണ്, ഒരു കുപ്പിയല്ല ഒരു ചേസ് ബീർ കഴിച്ചിട്ട് വന്നാൽ ഇവന് യാതൊരു പ്രശ്നം ഉണ്ടാവുകയില്ല എന്നും പറഞ്ഞിട്ട് സുധി സച്ചിയെ കളിയാക്കിയാണ് കേട്ടോ. ആ ഒരു സമയത്ത് സച്ചി പറയുന്നുണ്ട് നിങ്ങളെന്തായാലും ഇന്ന് കഴിച്ചു, എന്തായാലും എനിക്ക് വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും ഇരുവരും ഞെട്ടിപ്പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് സുധി ചോദിക്കാൻ നിനക്ക് നേരത്തെ പറയുകയാണെങ്കിൽ ഒരു കുപ്പി ബീറിൻ്റെ പൈസയൊന്നും കുറയ്ക്കാൻ പാടില്ലായിരുന്നു ചോദിക്കുമ്പോഴത്തേക്കും അതിന് സുധിയേട്ടൻ ടെൻഷനൊന്നും അടിക്കൊന്നും വേണ്ട, ആ ബാക്കി വന്നിരിക്കുന്ന ഒരു ബീർ നമുക്ക് രണ്ടുപേർക്കും പപ്പാതി കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ ശ്രീകാന്ത് ഒന്നുകൂടി ചോദിക്കുന്നുണ്ട് ഏട്ടൻ കഴിക്കുന്നില്ല എന്ന് ഉറപ്പാണല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ ഞാൻ കഴിക്കുന്നില്ലടാ എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ബീർ കഴിക്കുന്നതിന് മുന്നേ തന്നെ ടച്ചിങ്സ് ഒന്നും മേടിച്ചില്ല ഏട്ടായിരുന്നു ശ്രീകാന്ത് ചോദിക്കുന്ന സമയത്ത് പിന്നെ ബീറിനും തന്നെ നല്ല പൈസയായി, ഇനി അതിൻ്റെ കൂടെ ടച്ചിങ്സും കൂടെ ഇങ്ങനെ അങ്ങനെ കുടിക്കാൻ നോക്കണേ എന്ന് സുധി പറയുന്ന സമയത്ത് സുധീനെ നോക്കി എച്ചി എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ സച്ചി. അതിനുശേഷം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക് പോട്ടെ വണ്ടിയൊക്കെ മേടിച്ച് ഇപ്പം എന്ത് ബിസിനസ്സാണ് തുടങ്ങാൻ പോകുന്നത്, എന്തായാലും ഹോട്ടൽ തുടങ്ങാം, ഹോട്ടൽ തുടങ്ങി കഴിഞ്ഞാൽ നല്ല ലാഭം ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിനോട് വലിയ താല്പര്യമൊന്നും സുധി കാണിക്കുന്നില്ല. ആ ഒരു സമയത്ത് സച്ചിയുടേതായിട്ടുള്ളൊരു ബിസിനസ് പ്ലാനിങ് പറയുമ്പോഴത്തേക്കും അതിനും വലിയ താല്പര്യം സുധിക്ക് തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ സുധിക്ക് വേണ്ടിയിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പുതിയ ബിസിനസ്സിനെ കുറിച്ചുള്ള ചർച്ച ചെയ്യുന്ന ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.